നമുക്ക് ഈ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസത്തിന് മുൻപ് ഒരു വേറിട്ട മത്സരം നടന്നതിലേക്കാണ്. കാരണം മലപ്പുറം അല്പം ആശങ്കയിലാണെന്നറിയാം, പക്ഷേ ആ ഒരു മത്സര കാഴ്ചകളിലേക്ക് കൂടി നമുക്കിപ്പം എത്തേണ്ടതുണ്ട്. അന്ന് കനത്ത മഴയ്ക്കിടയിലാണ് ഇത്തരം ഒരു മത്സരം നടന്നത്. മത്സരം വേറൊന്നുമല്ല, അഖില കേരള ചൂണ്ടയിടൽ മത്സരം. ചൂണ്ടയിട്ടവരും കണ്ടു നിന്നവരും ഒരുപോലെ ആസ്വദിച്ചാണ് മത്സരത്തിൽ പങ്കാളികളായത്. ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും വിസ്മയ ക്ലബ്ബും സംഘടിപ്പിച്ച ആ മത്സര കാഴ്ചകളൊന്ന് കണ്ടുവരാം. അഖില കേരള ചൂണ്ടയിടൽ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണികളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അഖില കേരള ചൂണ്ടയിടൽ മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മളെ പരിപാടി ഉഷാറായിക്കണേ. ഇത് ആദ്യമായിട്ട് നടത്തുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ പെട്ടെന്ന് കിട്ടി. ഇതുവരെ മീനൊന്നും ആർക്കും അരിച്ചിട്ടില്ല. കിട്ടിയില്ല, വളരെ ഹാപ്പി. ഒരു ഭാഗത്ത് ചൂണ്ടയിൽ മീൻ കൊത്തിയതിന്റെ ആഘോഷമാണെങ്കിൽ മറുഭാഗത്ത് ശ്വാസമടക്കി പിടിച്ച് പ്രതീക്ഷയോടെ ചൂണ്ടയിലേക്ക് നോക്കിയിരിപ്പാണ് ചിലർ. ഞങ്ങളൊക്കെ 2-3 വണ്ടി എടുത്തിട്ട് അവിടുന്ന് വന്നതാണ് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. മീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എനിക്ക് തോന്നുന്നത് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മീൻ കിട്ടാൻ പണിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊക്കെ അധികകാലം ഗൾഫിൽ ജീവിച്ച ആളുകളായിരുന്നു. എന്നാലും ഇങ്ങനെ കിട്ടുന്ന ഒരു സമയം ഞങ്ങൾ മിസ് ചെയ്യാറില്ല. അതിൽ ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. അതായത് 3 വർഷം വരെ ചെറുമുക്കി വയൽ, ഏകദേശം 300ഓളം ഹെക്ടർ ഭൂമിയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നമ്മൾ ഇവിടെ മീനുകളെ ഒരു കുറവില്ല. ചില ഏരിയയിൽ മീനിൻ്റെ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ വെള്ളം പൊങ്ങിയല്ലോ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ മാറിയെങ്കിലും വെള്ളപ്പം ഇവിടെ കുഴപ്പമില്ല. കളികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിൽ നമുക്ക് അത്യാവശ്യം ടീമുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് നടത്തിയത് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും വിസ്മയ കലാകായ വേദിയാണ്. സങ്കടമായ രീതിയിൽ വെച്ചാൽ ഇവർ വരുന്നവരൊക്കെ എല്ലാവരും ജയിക്കില്ല, 3 പേരല്ലേ ജയിക്കുള്ളൂ. ജില്ലേൻ്റെ പല ഭാഗത്തായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്. ഇവർ മീൻ പിടിക്കണമെന്നില്ല, അത് അതിൻ്റെതായ സ്പിരിറ്റുള്ള ഒരു ഇത് വരുന്നത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നതിലുപരി ഈ ഒരു മത്സരം ആവേശമാക്കിയെടുക്കുകയാണ് ഈ നാട്ടുകാരും പരിസര പ്രദേശത്തുള്ളവരും. നമ്മളും അതിൽ പങ്കുചേരുകയാണ്. കൃഷ്ണകുമാറിനൊപ്പം ബി സോണകൃഷ്ണ, ജനം, മലപ്പുറം.